ഇരമ്യാവ് 31:16 കരയാതെ നിന്റെ ശബ്ദവും കണ്ണുനീർ വാർക്കാതെ നിന്റെ കണ്ണും അടക്കിക്കൊള്ളുക, നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും എന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. വിവിധ കാരണങ്ങളാൽ സങ്കടം സഹിക്കുവാൻ കഴിയാതെയും നിങ്ങൾക്കുള്ള സങ്കടങ്ങൾ ആരോടും പറയുവാൻ പോലും സാധിക്കാതെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ നെടുവീർപ്പിട്ടു കരയുന്ന കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, യെശയ്യാവ് 38:5 ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടുമെന്ന് ഹിസ്കിയാവിനോട് പറയുവാൻ കാരണം ഇതിൻ്റെ 1, 2, 3 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ തനിക്ക് പിടിച്ച രോഗം നിമിത്തം താൻ മരണപ്പെടുമെന്ന് അറിയുകയും അതു നിമിത്തം യഹോവയുടെ സന്നിധിയിൽ ഏറ്റവും കരഞ്ഞു പ്രാർത്ഥിക്കുകയും ചെയ്തതിനാലാണല്ലോ. അതുപോലെ നിങ്ങൾ ഇന്ന് ഏത് വിഷയത്തിലാണോ ദൈവത്തിൻ്റെ സന്നിധിയിൽ നെടുവീർപ്പിട്ടു കരയുന്നത്, അത് രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ തലമുറകളോ അവരുടെ ഭാവിയോ ഇങ്ങനെ ഭൗതികമായതോ ആത്മീകമായതോ ഏതുമാകട്ടെ, ആ വിഷയത്തിന്മേൽ നിങ്ങളുടെ കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കും മറുപടി നൽകി തന്ന് ദൈവം നിങ്ങളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കും. 2 രാജാക്കന്മാർ 6:5, 6, 7 വാക്യങ്ങളിൽ വായ്പ വാങ്ങിയ കോടാലി ഊരി വെള്ളത്തിൽ വീണതു നിമിത്തം നിലവിളിച്ച ഒരു മനുഷ്യനു വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിച്ച് അത് അവന് മടക്കി നൽകിയതുപോലെ ഇന്ന് നിങ്ങൾക്ക് നഷ്ടമായതിനെ മടക്കി തരുവാൻ സർവശക്തനായ ദൈവം നിങ്ങളുടെ കൂടെയുള്ളതിനാൽ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുക. നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ എല്ലാ ദുഃഖങ്ങളെയും അകറ്റി നിങ്ങൾ ധൈര്യമായിരിക്കുക. നിശ്ചയമായും ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. കർത്താവ് അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.